നമസ്കാരം. നമ്മളിപ്പോൾ ജിദ്ദയിലെ ഹറാജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. പഴയ സാധനങ്ങളും പുതിയ സാധനങ്ങളും എല്ലാം നമുക്ക് ഫർണിച്ചറിന് വേണ്ട എല്ലാ സാധനങ്ങളും വണ്ടിയുടെ ആയാലും എല്ലാ സാധനങ്ങളും കിട്ടുന്ന ജിദ്ദയിലെ ഹറാജ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ നമുക്ക് ഒന്നിച്ച് കാണാൻ വേണ്ട നമ്മുടെ തിരുവനന്തപുരം കാര്യത്തിയൊക്കെ ജിൻസിയും ഗ്രൂപ്പുമാണ് ഇന്ന് സാധനത്തിന് വേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എല്ലാം ഒന്ന് കറങ്ങി ജിദ്ദയുടെ ഹറാജിൻ്റെ കാഴ്ച കാണിക്കാം. അങ്ങനെ അവിടെ ഷൈജു വേണ്ട ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നു സാധനങ്ങളൊക്കെ കയറ്റാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടെണ്ണം ഇതിൻ്റെ ഭാഗത്ത് കയറി ഇരിക്കുകയാണ്. സോഫായൊക്കെ മേടിക്കാതെയോ ഒന്നും അറിയത്തില്ല, ഏതായാലും സോഫായെ കയറി ഇരിക്കുക രണ്ടെണ്ണം. എന്നാണ് കട മേടിച്ചോ? കട മേടിച്ചോ? ഉണ്ട് രാജാവാണ്, രാജാവിൻ്റെ കസാറ കയറി ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹറാജി വന്ന് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു. രാജകുമാരിയും രാജ്ഞിയും എൻ്റെ ഇതാണ് നമ്മൾ മേടിച്ച സെറ്റ്. കോർണർ സോഫ സെറ്റാണ് വേണ്ട ഇത്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും AC വേണ്ട എല്ലാ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ജിദ്ദയിലെ ഹറാജാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കണ്ടോ, കിച്ചൺ സെറ്റ് ഇന്ന് വേണ്ട ഫ്രിഡ്ജോ അല്ലെങ്കിൽ കബോർഡുകളോ കട്ടില് ബെഡ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം നമുക്കിനി ഒരു 2 ബെഡ് കൂടെ മേടിക്കണം. നമ്മുടെ അലീനായും കൊച്ചിലെ മുതൽ ചാടി പറിച്ച് അതിൻ്റെ സ്പ്രിങ് എല്ലാം കളഞ്ഞേക്കാണ് നമ്മുടെ. അപ്പോൾ അതുകൂടെ ഒന്ന് വാങ്ങണം. ഇത് കണ്ടോ, ഫ്ലോർ മാറ്റ് എന്ന് വേണ്ട പിന്നെ എല്ലാ സാധനങ്ങളും ഹറാജിലെ ഇവിടെ ഉള്ളവർക്കറിയാം. ഇപ്പം ജിദ്ദയിലെ ഹറാജ് ഓൾറെഡി പഴയ ഹറാജ് മുഴുവൻ പൊളിച്ചു. ഇത് പുതിയ ഹറാജാണ്. ഇതിൻ്റെ ലൊക്കേഷന് ഞാനിടാം. പ്രത്യേകിച്ച് ജിദ്ദയിലുള്ളവർക്ക് വീട് ഷിഫ്റ്റിങ്ങിൻ്റെയൊക്കെ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി എല്ലാ സാധനവും ഉണ്ടോ. നല്ല അടിപൊളി കടകൾ നമുക്ക് ഇവിടെ കയറി ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങി നമുക്ക് പോകാൻ പറ്റും. ഇതാ ഇപ്പം നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഫർണിച്ചർ ഏരിയയാണ്. ഈ ഒരു സൈഡ് മുഴുവൻ ഉണ്ടോ ഫർണിച്ചറിൻ്റെ കടകളാണ്. ഇപ്പം പഴയ ഹറാജ് ഒരു പക്ഷേ അറിയാമായിരിക്കും എല്ലാവർക്കും, പക്ഷേ പുതിയ ഹറാജിനെ കുറിച്ച് വലിയ ഐഡിയ നമ്മുടെ ആൾക്കാർക്കില്ല. അപ്പം പുതിയ ഹറാജിൻ്റെ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ. ഇതിങ്ങനെ കിലോമീറ്ററുകൾ ഇങ്ങനെ കിടക്കുകയാണ്. നല്ല പഴയതുപോലൊന്നുമല്ല, നല്ല വൃത്തിക്ക് ഒക്കെ സെറ്റാക്കിയേക്കുന്നുണ്ടോ. ഫർണിച്ചറിൻ്റെ ഷോപ്പുകളാണ് ഈ ഒരു ഏരിയ ഫുള്ള്. അപ്പോൾ നമ്മൾ കബോർഡും കട്ടിലും ഒക്കെ വാങ്ങാനായിട്ടായിരുന്നു വന്നത്. ഇതാണ്ട് കട്ടിലും പിന്നെ കബോർഡും ഒക്കെ സെറ്റ്. ഇത് 1200, 1500, 2500 ആ റേഞ്ചിലാണ് ഈ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. തൊട്ടപ്പുറത്ത് എന്ന് പറയുമ്പോഴത്തേന് നല്ല അടിപൊളി ഫ്ലോർ മാറ്റുകൾ കാർപ്പറ്റുകൾ ഒക്കെയുള്ള കടകളാണ്. ഇങ്ങനെ വെള്ളിയായിട്ട് ഇങ്ങനെ കടകൾ ഇഷ്ടംപോലാണ് പുതിയ ഹറാജിൽ. വേണ്ട ഇത് ഫർണിച്ചർ കട. അതുകൊണ്ട് തൊട്ടപ്പുറത്ത് നമുക്ക് ഇത് അടിപൊളി ഫ്ലോർ മാറ്റ് ഉണ്ടോ. ഇത് ഫുള്ള് ഫ്ലോറിൻ്റെ കടകളാണ് ഇത് മുഴുവൻ അങ്ങോട്ട്. അതുപോലെ തന്നെ ടൈല് എന്ന് വേണ്ട കതക് എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. ഇത് തൊട്ടിപ്പുറത്തുള്ള ഫർണിച്ചറിൻ്റെ കടയാണ്. കണ്ടോ നല്ല അടിപൊളി കട്ടിലും ഇത് ഫുൾ സെറ്റായിട്ട് ഇതൊക്കെ ഒരു 3000 റേഞ്ചൊക്കെ വരുന്ന കണ്ടോ. കബോർഡ് ഫുള്ളായിട്ട് ഇതെല്ലാം ഉണ്ട് ഇവിടെ. കണ്ടോ ഇത് വേറെ ഒരു സെറ്റ്. ഇപ്പോൾ ഹറാജിനുള്ളിലുള്ള ഫർണിച്ചർ മാട്ടാണ് നമ്മൾ ഈ കാണുന്നത്. കൊണ്ട് ഈ ഒരു ഏരിയ ഫുള്ള് ഫർണിച്ചറാണ്. ഈ ഒരു ഏരിയ ഫുള്ള് ഇപ്പോൾ സൗദി അറേബ്യയുടെ ജിദ്ദയുടെ ഹറാജിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടത്. അപ്പം തീർച്ചയായിട്ടും ഹറാജ് വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതിൻ്റെ ലൊക്കേഷനും കൂടെ ഞാനിതിൻ്റെ താഴെ ഇടാം. അപ്പം പുതിയ ഹറാജ് നമ്മുടെ പഴയ ഹറാജ് ഒരു പക്ഷേ നമ്മളൊക്കെ കണ്ടായിരിക്കും. ഇതേപോലെ ഇങ്ങനെ നീണ്ടു നൂർന്ന് കിടക്കുകയാണ് ഈ ഹറാജ്. ഇവിടെ രണ്ട് ബെഡ് അതുപോലെ തന്നെ ഡൈനിങ് ടേബിള് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റ് ചോദിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമുക്ക് സപ്ലൈയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ മേടിച്ച സോഫ സെറ്റൊക്കെ അവർ ലോഡ് ചെയ്ത് തരുവാണ് നമ്മുടെ പിക്കപ്പേൽ. അപ്പം ഹറാജിൽ നമ്മൾ വന്ന് ഏതായാലും നമ്മൾ പറഞ്ഞ റേറ്റിൽ നമ്മുടെ സോഫ സെറ്റ് കിട്ടി. അവനെയൊക്കെ അങ്ങനെ ലോഡ് ചെയ്ത് ഇനി ഇവിടെ നിന്ന് വീട്ടിലോട്ടൊരു 20 മിനിറ്റിൻ്റെ യാത്രയുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള ഇനി വീട്ടിൽ ചെന്നിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മുടെ ഷൈജു ബായിക്ക് കൊടുക്കണം. ഏതാണ്ട് നമ്മൾ നല്ല അടിപൊളി 2 ബെഡൊക്കെ മേടിച്ചു. ഇനി അലീനായും സ്പ്രിങ് പോയ ബെഡേലൊന്നും കിടക്കണ്ട. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് സവാരിയാകുകയാണ് സുലൈമാനിയയിലോട്ട്. അപ്പോൾ നമ്മുടെ ഹറാജിൻ്റെ കാഴ്ചകളായിരുന്നു നമ്മളിന്ന് കണ്ടത്. എന്നാൽ നോയമ്പ് സമയമായതുകൊണ്ട് വളരെ ശാന്തമാണ് ഈ സമയം. ഏകദേശം 8 മണിയാകുന്നു. അപ്പം നമ്മളങ്ങനെ വീട്ടിൽ പോയി ബെഡൊക്കെ ഇട്ട്
ഒന്ന് സെറ്റാക്കാൻ പോവാണ്. ഇതാണ് നമ്മൾ ബെഡ് മേടിച്ച കട. 2 ബെഡ് മേടിച്ചുകൊണ്ടവരെ അങ്ങനെ നിഷ തർക്കിച്ച് ഏതായാലും കുറച്ച് പൈസയൊക്കെ കുറച്ച് തന്നു. അപ്പം നമ്മളിനിയും അടുത്ത പരിപാടികളിലേക്ക് പോവുകയാണ്. ലോഡിങ്ങുകാർ വീട്ടിലോട്ട് ബെഡൊക്കെ ഏതായാലും ഉന്തി കയറ്റിക്കൊണ്ട് പോവുകയാണ്. അലിന് ഭയങ്കര ഹാപ്പിയായി. ഇത്രയും നാൾ സ്പ്രിങ് പോയ ബെഡിലായിരുന്നു അവൻ കിടന്നത്. ഇപ്പം നാട്ട് പുതിയ ബെഡ് കിട്ടിയ ചിരി കണ്ടവൻ്റെ. അങ്ങനെ അവർ ചെറിയ പ്രായം മുതൽ ചാടി കളഞ്ഞ ബെഡാണ്. ഇപ്പോൾ നമ്മൾ അവർക്ക് ഏകദേശം പ്രായമൊക്കെ ആയപ്പോഴാണ് പുതിയത് മേടിക്കുന്നത്. പഴയതിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു ഇതാണ്ട് നമുക്ക് അങ്ങനെ വേണ്ട. ഇതാണ് നശിപ്പിച്ച ബെഡുകൾ. അപ്പോൾ ഇവനെ മാറ്റിയിട്ടിപ്പം പുതിയ ബെഡൊക്കെ ഇട്ട് സെറ്റാക്കാൻ പോവാം. ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് തന്നെ നമ്മുടെ മിനിമോള് അടിപൊളി ഏത്തക്കാപ്പം സുഖിയൻ ഒക്കെ ഉണ്ടാക്കി. എങ്ങനെയാ, കഴിക്കാമല്ലേ? ഹാപ്പി ആയില്ലേ? അങ്ങനെ തന്നെ മിനിമോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനമൊന്നുമല്ല. അടിപൊളി. അടുത്ത ചായ ഇടുന്നു. എന്താ പറ്റി? കൊണ്ടുപോകാത്തതിൻ്റെ വിഷമത്തിൽ ഉണ്ടാക്കിയതായിരിക്കും അല്ലേ? ഹറാജ് കാണാൻ കൊണ്ടുപോകാത്തതിൻ്റെ. അതാണ് കാണാത്ത പുതിയ ഹറാജ് ആയതുകൊണ്ട് കൊണ്ടുപോയില്ലെന്നുള്ള പരിഭവമാണ്. ഇതാ ഇങ്ങനെ ഉണ്ടാക്കി തീർത്തു. ജിദ്ദയുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഇതാ വരുന്നു. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.